ആണെന്ന് വിചാരിച്ചിരിക്കുന്നത്. അതല്ല പി ആർ. മനസ്സിലായോ? പി ആർ എന്നുള്ളതിൻ്റെ കറക്റ്റ് ഡെഫിനേഷൻ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. അറിയാണ്ടാണ് അനുമോള് ഇത് തന്നേക്കണമെന്നാണ് അപ്പോൾ ഈ 11,111 രൂപ കൈ നീട്ടുമെന്ന രീതിയിൽ ചുമ്മാ അതായത് എന്നെ വിളിച്ചു. ഞാൻ സിനിമയ്ക്ക് പി ആർ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ബിഗ് ബോസിൽ പി ആർ ചെയ്യുന്ന ആളാണ്. അപ്പം നമ്മൾ പരിചയമുള്ള ആൾക്കാരോട് പറയൂലേ ബിഗ് ബോസിൽ പോവുകയാണ് ചേട്ടാ ഇന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യേണ്ടത്? ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഹെൽപ്പിന് പൈസ വാങ്ങും. എനിക്ക് തന്നതാണ്, ഞാൻ ചോദിച്ചിട്ട് വാങ്ങിയല്ല. എനിക്ക് ആരെങ്കിലും ഞാൻ ചോദിച്ചു വാങ്ങും. എനിക്ക് 11,111 റുപ്പീസ് എനിക്ക് വേണമെന്ന് ചോദിച്ചു വാങ്ങാൻ പറ്റില്ല. അവൾ പോകുന്നതിന് മുമ്പ് അവൾ പറഞ്ഞ സത്യമാണ് 77 രൂപയാണ് അവളുടെ ബാങ്ക് ബാലൻസ്. അതിൽ നിന്ന് 11,000 അത് അവൾ ഒരു കൈനീട്ടം പോലെയൊക്കെ തന്നിട്ട് പോയി ചേട്ടാ എന്തെങ്കിലും ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾക്ക് വാശിയായി. കാരണം എന്താ വെച്ചാൽ ഇത്രയും സൈബർ അറ്റാക്കിങ്ങും ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമുക്കൊരു വാശി അനുമോൾ ജയിക്കണമെന്ന്. ആ വാശിപ്പുറത്ത് ഞാൻ ചെയ്തൊരു വർക്കാണ്. അല്ലാതെ നമ്മൾ ഒരു വലിയൊരു പി ആർ വർക്കൊന്നും അനുമോൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല. അല്ലെ അനുമോൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നോക്കിയാൽ മതി. അനുമോൾക്ക് വേണ്ടി എവിടെയൊക്കെ പോസിറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്ന നെഗറ്റീവ് കമൻറ്റ്സ് ആണ്. പോസിറ്റീവ് കമൻറ്റ്സും കാര്യങ്ങളൊന്നും അനുമോൾക്ക് അധികം വരുന്നില്ല. പിന്നീട് ഓരോ എപ്പിസോഡ് അനുസരിച്ചാണ് അനുമോളുടെ ഗ്രാഫ് വന്നിരിക്കുന്നത്. അനുമോൾക്ക് ഗ്രാഫ് കുറഞ്ഞിട്ടുണ്ട്, അനുമോൾക്ക് വോട്ട് കിട്ടാതായ ഡെഫിനറ്റ്ലി ബ്രോ. ബിക്കോസ് എന്താ വെച്ചാൽ അനീഷ് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അനുമോളുടെ ഗ്രാഫ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ചെറിയ ഗ്രാഫ് ഉണ്ട്, ഞാൻ വലിയ ഗ്രാഫ് ഒന്നും ഞാൻ പറയുന്നില്ല. അതിനുശേഷം ഈ ഫിനാലെ വീക്ക് ആയപ്പോഴേക്കും നല്ല ഭൂരിപക്ഷമായി. എനിക്ക് തോന്നുന്നു നമ്മുടെ തൊപ്പിയും ഹക്കീമും അല്ലെങ്കിൽ നമ്മുടെ വിക്കിത്തൊക്കൊന്നും വോട്ട് ക്യാൻവാസ് ചെയ്തില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല ഭൂരിപക്ഷത്തിൽ അനുമോൾ ജയിച്ചേനെ. കാരണം ഇവരെല്ലാവരും കൂടി 2-2.5 ലക്ഷം വോട്ടാണ് അനീഷിന് വേണ്ടി മറിച്ചത്.